ഹായ് പ്രിയമുള്ളവരെ സുനിൽ വാസ്തവാണ് N4 നജയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഒരു വലിയ കലാകാരിയാണ് പുഷ്പ മണാശ്ശേരി. കോഴിക്കോട് മുക്കം നിങ്ങൾക്കെല്ലാവർക്കും പരിചിതമാണ്, നമ്മുടെ കാഞ്ചന മൊയ്തീൻ്റെ നാട്. അപ്പോൾ അതിന് തൊട്ടടുത്ത സ്ഥലമാണ് ഈ മണാശ്ശേരി. നമ്മളെ KMCT ഹോസ്പിറ്റലൊക്കെ സ്ഥിതി ചെയ്യുന്നത് മണാശ്ശേരിയാണ്. അപ്പം ഒരുപാട് നാടകങ്ങളിൽ, എത്രയോ പുരാണ നാടകങ്ങളിലും ഒക്കെ അഭിനയിച്ച പ്രസിദ്ധമായിട്ടുള്ള ഒരു നടിയാണ് പുഷ്പേച്ചി. അപ്പം പുഷ്പേച്ചി സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്, ഷോർട്ട് ഫിലിം അഭിനയിച്ചിട്ടുണ്ട്. അപ്പം നമുക്കിത് പരിചയപ്പെടാം. അപ്പോൾ നമ്മൾ നേരെ സരോവരത്താണ് ഉള്ളത് എന്ന് അറിഞ്ഞത്. അവിടെ ഷൂട്ടിങ് ആ ഭാഗത്തുണ്ട്. അപ്പോൾ അങ്ങ് പോയി വെക്കാം. നമ്മൾ സരോവരം പാർക്കിന് ഉള്ളിലേക്ക് പോവാണ്. അപ്പോൾ ജസ്റ്റ് പുഷ്പേച്ചി ഭാഗത്തുണ്ടെന്ന് അറിഞ്ഞ്, പുഷ്പേച്ചി ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞ് വന്നാണ്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം, അങ്ങനെ പോകുന്നു. ഇന്ന് ഞങ്ങൾക്ക് ഇവിടെ ഒരു ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. എനിക്ക് ഈ ശബ്ദത്തിന് കുറച്ചൊരു പ്രശ്നമുണ്ട്. അത് 2 ദിവസം മുമ്പ് ഒരു നാടകം ഉണ്ടായിരുന്നു. അപ്പൊ നാടകം ഒരു 12 മണിക്ക് ശേഷമാണ് അവിടെ കിട്ടിയത്. അവിടെ വരവുണ്ടായ കാരണം അതുകൊണ്ട് ഈ മഞ്ഞൊക്കെ കൊണ്ടിട്ടായിരിക്കും ശബ്ദത്തിനൊരു മാറ്റം വന്നിട്ട്. നാടകത്തിന്റെ സീസൺ ആണല്ലോ, നമ്മൾ കുംഭമാസത്തിലെ ഉത്സവമൊക്കെ ഇങ്ങനെ പറവറക്കാണ്. അപ്പോൾ പുഷ്പജി എത്ര സ്റ്റേജുകൾ ചെയ്ത്, ഏതൊക്കെ നാടകങ്ങൾ ചെയ്ത്? അപ്പൊ 2 ദിവസം മുമ്പ് പന്നിക്കോട് ഉച്ചക്കാവ് ക്ഷേത്രത്തിൽ ഞങ്ങള് ലാസ്യമോഹിനി, അത് ദൃശ്യകലേന്റെ ലാസ്യമോഹിനി ചെയ്തു. നല്ലൊരു വേഷമാണ് എനിക്ക് ലാസ്യമോഹിനിയിൽ. സാവിത്രി അന്തർജനായിട്ടാണ് നാടകം. നമ്മൾ സ്റ്റേജിൽ കയറുമ്പോൾ നമ്മൾ വേറെ ഒരു വൈബാണ്. എന്തായാലും ഇനിയും അടുത്ത ആഴ്ച കൊണ്ട് നാടകം. പുഷ്പേച്ചി കുറേ വർഷങ്ങളായല്ലോ ഈ ഒരു നാടക സിനിമ മേഖലയിൽ. അപ്പോൾ പുഷ്പേച്ചിയെ സംബന്ധിച്ചോളം ഏത് വയസ്സിലാണ് ഈ ഒരു മേഖലയിൽ കയറിയത്? അതോടൊപ്പം തന്നെ ഈ സിനിമ എത്ര ചെയ്തു, എത്ര ഷോർട്ട് ഫിലിം ചെയ്തു, ഒക്കെ ഒന്ന് പറഞ്ഞു തരണം. എൻ്റെ കുട്ടിക്കാലത്തൊക്കെ എനിക്ക് അഭിനയത്തിനോട് ഒരു ഭ്രമം ഉണ്ട്. പക്ഷെ പണ്ടത്തെ കാലത്തൊന്നും അഭിനയിക്കാൻ വീട്ടിൽ നിന്ന് വിടില്ലല്ലോ. നാടകത്തോട് എനിക്ക് ഭയങ്കര ഒരു പ്രേമമാണ്. ആദ്യമായിട്ട് ഞാൻ ചെയ്ത നാടകം ലാസ്യമോഹിനി തന്നെയാണ്. അത് കഴിഞ്ഞതിന് ശേഷം കതിരവൻ, പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഭൈരവ ചരിതം, കണ്ണകി, പിന്നെ ഇപ്പം വേറൊരു നാടകം ചെയ്യാൻ നാടകത്തിന്റെ പണിപ്പുരയിലാണ്. പിന്നെ അശ്വത്ഥാമാവ്, അതേപോലെ തന്നെ തെരുവ് നാടകം ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ ഇപ്പം ചെയ്യുന്ന ലാസ്യമോഹിനി നാടകത്തിന്റെ സംവിധായകൻ ബിജു എടപ്പറ്റ. അതേപോലെ തന്നെ കണ്ണകി നാടകം ജനാർദ്ദനൻ ചെത്തുകടവ്. ഇവരൊക്കെ സംവിധായകരാണെങ്കിലും നമ്മളോടൊക്കെ നല്ല സ്നേഹത്തോടെ ഇവിടെ മുന്നിൽ നമ്മൾ അഭിനയിക്കുക. അവർക്കൊരു ദേഷ്യമോ അങ്ങനത്തെ ഒന്നുമില്ല. അതുകൊണ്ട് നമ്മൾ ഫ്രീ ആയിട്ട് നമ്മൾ അഭിനയിക്കുന്നു. കുവൈത്തിൽ നിന്ന് വന്നതിന് ശേഷം ഞാൻ ചെയ്തത് കട്ടപ്പാടത്തെ മാന്ത്രികൻ, ഫൈസൽ ഹുസൈൻ സാറിന്റെ ആ സിനിമ. ആ ഒരു വേഷം ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഇങ്ങനെ തങ്ങി നിൽക്കുക. ഒരു ഭ്രാന്തിയുടെ വേഷമായിരുന്നു അത്. ഒരു 40ഓളം തിയേറ്ററിൽ അത് കളിച്ചു. വളരെ സന്തോഷമായിരുന്നു. പിന്നെ അതേപോലെ തന്നെ വേറെയും സിനിമ, തമിഴ് സിനിമ സിംഗാരം, അതായത് ശിവ വെങ്കടേഷ് സാറിന്റെ ശിങ്കാരം എന്ന മൂവി ചെയ്തു. അത് തമിഴ്നാട്ടിലൊക്കെ ആയിരുന്നു. ഭയങ്കര എന്താ പറയാ, നല്ലൊരു വേഷം തന്നെയാണ്. എനിക്ക് നായകന്റെ അമ്മയായിട്ടാണ് ഞാൻ വേഷം ചെയ്തത്. അതൊക്കെ വലിയൊരു ഭാഗ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് വലിയ സന്തോഷം എന്ന് വെച്ചാല് നമ്മുടെ ഓസ്ലർ എന്ന സിനിമയില് നമ്മുടെ മമ്മൂട്ടി, ജയറാം, ആ സിനിമയില് ഞാനൊരു നേഴ്സിന്റെ വേഷമാണ് ചെയ്യുന്നത്. അപ്പൊ അത് വലിയൊരു ഭാഗ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇത്രയും വലിയ മമ്മൂക്കാന്റെ കൂടെയല്ല, മമ്മൂക്കന്റെ ആ സിനിമയിൽ തന്നെ നമ്മളൊരു തല കാണാന്ന് പറയുമ്പോൾ വലിയ കാര്യമല്ല, ഏറ്റവും വലിയ ഭാഗ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അതേപോലെ തന്നെ മെമ്മറി പ്ലസിൽ ഉണ്ടായിരുന്നു, ഒരു ക്രിസ്ത്യൻ വേഷമായിരുന്നു. പിന്നെ ആ വേഷം ഷോർട്ട് മൂവി എനിക്ക് തോന്നുന്നുണ്ട് ഒരു 20-ലേറെ ചെയ്തിട്ടുണ്ട്. പിന്നെ സുനിൽ വാസുദേവ് സാറിന്റെ ക്യാമ്പസ് എന്ന ആ ഒരു ഷോർട്ട് മൂവിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള എന്ന് പറഞ്ഞാൽ നമ്മളെ അമ്മയൊക്കെ അഭിനയിക്കുമ്പോൾ ആ ഫീലിങ്സ്, കരച്ചില്, അതൊക്കെ ഞാൻ കൊടുത്തിട്ടുള്ളത് സുനിൽ വാസുദേവ് സാറിന്റെ ക്യാമ്പസ് എന്ന ആ ഒരു ഷോർട്ട് മൂവിയിലാണ്. അതിന്റെ ആ ഒരു ഫീൽ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അങ്ങനത്തെ സീനുകളാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. അതേപോലെ പിന്നെ ഷോർട്ട് മൂവി ജിലേബി എന്നൊരു ഷോർട്ട് മൂവി ഞാൻ ചെയ്തിട്ടുണ്ട്. അത് രാജീവ് കൗതുകാണ് അതിന് സംവിധായകനും. പിന്നെ ചെയ്തത് ഒരു ഇയർഫോൺ പറഞ്ഞ കഥ, സുനിൽ വാസുദേവ് സാറിന്റെ സുമേഷ ബാഹുബാവിൽ ഞാനൊരു അമേരിക്കൻ അമ്മായി ആയിട്ടാണ് വേഷിട്ടത്. മനോഹരമായ ഒരു
വേഷമാണ് എനിക്ക് സുമേഷ് ബാബുവിൽ കിട്ടിയത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പം ഞങ്ങൾ ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരിയിലേക്ക് ഉള്ള ആ ഒരു തയ്യാറെടുപ്പിലാണ്. അപ്പോൾ നമ്മൾ പുഷ്പേച്ചിന്റെ കഥകളൊക്കെ അറിഞ്ഞു. ഇതുപോലെ ഒരുപാട് കലാകാരികൾ നമ്മളൊക്കെ നാട്ടിലുണ്ട്. നമുക്കറിയാവുന്ന ഒരുപാട് കലാകാരികളുണ്ട്. ജീവൻ തന്നെ നാടകത്തിന് വേണ്ടി, സിനിമയ്ക്ക് വേണ്ടി സമർപ്പിച്ചവർ. ഒരുപക്ഷെ പെട്ടെന്ന് അവരെ നമ്മൾ കാണാൻ കഴിയില്ല. പക്ഷെ എങ്കിലും നമ്മുടെ നാട്ടിലൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാമൊക്കെ ഉണ്ടാകുമ്പോൾ അവരൊക്കെ വിളിക്കുക, ഒരു ചെറിയൊരു ഗിഫ്റ്റും കൊടുക്കുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. കാരണം അവരെയാണ് പ്രോത്സാഹിപ്പിച്ചു കൊണ്ടുവരുന്നത്. കാരണം എത്രയോ വർഷങ്ങളായിട്ട് സിനിമയുടെ പുറകെ നടക്കുന്നവർ. വളരെ സന്തോഷം. താങ്ക് യു പുഷ്പേച്ചി. ഓക്കെ, അപ്പോൾ വീണ്ടും നമ്മുടെ ചാനൽ കാണുക, സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെ കലാകാരികൾക്ക് നിങ്ങൾ കൊടുക്കുന്ന ലൈക്കും കമൻറ്റൊക്കെ ആണ് സപ്പോർട്ട് അല്ലേ. ഓക്കെ.